ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന, അധിക പേർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ തലയിലെ താരൻ എന്ന് പറയുന്നത്. താരൻ ഒരുപാട് വർഷങ്ങളായിട്ട് പല മരുന്നുകൾ കഴിച്ചിട്ടും പല ഓയിൽസ് തേച്ചാലൊക്കെ മാറുന്ന വിചാരിച്ച് നമ്മളതൊക്കെ പരീക്ഷിച്ചിട്ടും മാറാത്ത എത്ര വലിയ ഒരുപാട് കാലം പഴക്കമുള്ള താരനാണെങ്കിലും നമുക്ക് നമ്മളെ വീട്ടിലെ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് നിഷ്പ്രയാസം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുറേ കാലമായിട്ട് താരനുണ്ടായിരുന്നു. താരൻ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ. അപ്പം ഒരു രക്ഷയില്ലാത്ത താരന് വർഷങ്ങളോളമായിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഇതിങ്ങനെ ഒരാൾ പറഞ്ഞു തന്നപ്പം ജസ്റ്റ് ഞാൻ നമ്മളെ ഫോണിൽ തന്നെ ജെമിനി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ സംശയങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് തിരിച്ചത് ശരിയാണോ തെറ്റാണോ ഏറെക്കുറെ പറഞ്ഞു തരും. എന്നാൽ പറഞ്ഞു തരുന്നതിൽ ഏറെക്കുറെ ശരിയാണ്, കുറച്ചൊക്കെ തെറ്റുമായിരിക്കും. അപ്പോൾ ഞാനിത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ശരിയാണ്, ഇത് ഭയങ്കര ഡാൻഡ്രഫിന് ഭയങ്കരമായിട്ട് ഒരൊറ്റമൂലിയാണ് എന്നും കൂടെ കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഫലം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പം എനിക്ക് 100% നല്ല ഫലമാണ് കിട്ടിയത്. 100% എൻ്റെ ഡാൻഡ്രഫൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടെ അത് പറഞ്ഞ് ഷെയർ ചെയ്ത് തരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ, നമ്മൾ എല്ലാവരുടെ വീട്ടിലും ആരെ വീട്ടിലാണെങ്കിലും ഈ ഒരു വസ്തു ഇല്ലാണ്ടിരിക്കില്ല. അപ്പം നമുക്ക് എല്ലാ കറികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് വേണം ഈ ഒരു സംഭവം. അപ്പം ഈ ഒരു സാധനം പീടികയിൽ നിന്ന് പ്രത്യേകം വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും മടിക്കണ്ട. ഇത് നമുക്ക് വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി വെച്ചിട്ടാണ് നമ്മൾ ഡാൻഡ്രഫ് നമ്മൾ കളയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ എന്താക്കുക, ആദ്യം ഒരു കുടം എടുക്കണ്ട, ആദ്യം കുറച്ചൊരു 4-5 അല്ലി വെളുത്തുള്ളി എടുക്കുക. അല്ലി എന്ന് പറയുമ്പോൾ ഇതേപോലെ അല്ലികളാക്കിയിട്ട് 4-5 അല്ലി എടുക്കുക. എന്നിട്ട് ചതച്ചിട്ട് ഇതേപോലെ 3-4 അല്ലികൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് എടുക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇതിൻ്റെ നീര്, അതായത് ഇതിൻ്റെ നീര് ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ചൊറിച്ചിലുണ്ടാവും, അലർജി ഉണ്ടാവും. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇത് ഒരു 3-4 ഉള്ളി എടുത്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ആദ്യം കുറച്ച് ചതച്ചിട്ട് ഒരു 3-4 എടുത്തിട്ട് ജസ്റ്റ് ചതയ്ക്കുന്ന കല്ലുണ്ടെങ്കിൽ അത് കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് നമ്മൾ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും സൈഡിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നോക്കുക ചൊറിച്ചിലുണ്ടോ, എങ്ങനെയാണ് റിസൾട്ട് നോക്കിയിട്ട് മാത്രം ഇത് പിന്നെ അപ്ലൈ ചെയ്താൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ഉള്ളികളൊക്കെ നമ്മൾ എന്താക്കുക, എന്നിട്ട് ചൊറിച്ചിലൊന്നും ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഉള്ളികളൊക്കെ ഇതേപോലെ വേർപ്പെടുത്തിയെടുക്കുക. ഒരു ഉരുള എടുക്കണം, ഒരു കുട ഉള്ളി എടുക്കണം കേട്ടോ. ഈ ഒരു കുടം, ഇതിന് കുടന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. ഇനി നിങ്ങളവിടെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്കറിയുന്ന ഭാഷയിലാണ് പറയുന്നത്. മുഴുവനായിട്ട് എടുക്കുക, എന്നാൽ മാത്രമേ നമ്മൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാനുള്ള നീര് കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ കുറച്ച് 1 സ്പൂണോ 2 സ്പൂണോ മാത്രം വെള്ളം ചേർക്കുന്നുള്ളൂ. അപ്പം അത്രയും തലയിൽ അപ്ലൈ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ എന്താക്കണം, എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ വേർതിരിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് ക്രഷ് ചെയ്യണം കേട്ടോ. ആകെ കിട്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്, ഇത്രയും മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. നമുക്ക് ഒരു കുട ഉള്ളി എടുത്തിട്ട് കിട്ടിയ ക്വാണ്ടിറ്റി ആണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയൊക്കെ മതി, ഇത്ര തന്നെ ധാരാളമാണ് കേട്ടോ. നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യത്ര തന്നെ ധാരാളമാണ്. ഇത്ര തന്നെ ധാരാളം കേട്ടോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓഫീസിൽ പോകുന്നവർ ലീവുള്ള ദിവസങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്യുക. കാരണം ഇത് തേച്ച് കഴിഞ്ഞ്
വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഉള്ളിക്കുള്ളൊരു ഗന്ധം ഉണ്ടല്ലോ, ഉള്ളിയുടെ ഒരു ഗന്ധം, ആ ഗന്ധം എങ്ങനെ ഉണ്ടാവും? എപ്പോഴാണെങ്കിലും ഒരു 3-4 കുളി കുളിക്കുന്നവരെ ആ ഗന്ധം ഉണ്ടാവും. പക്ഷേ ആ ഗന്ധം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ഡാൻഡ്രഫ് മാറാൻ ഇതാണ് ഏറ്റവും ഒറ്റമൂലി. നിങ്ങൾ വേറെ പൈസ ഒന്നും ഇതിന് വേണ്ടി ചിലവാക്കണ്ട. ഇത് എന്തായാലും ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് 100% ഉറപ്പുള്ള കാര്യമാണ്, ഡാൻഡ്രഫ് എത്ര കാലപ്പഴക്കം മുന്നേ ഉള്ളതാണെങ്കിലും ഈ ഡാൻഡ്രഫ് ഈ ഒരു ഇതുകൊണ്ട് മാറുന്നുള്ളത്. അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മളിങ്ങനെ കൈ ജസ്റ്റ് ഇങ്ങനെ മുക്കുക, എന്നിട്ട് ഇങ്ങനെ തടവി കൊടുക്കുക, ജസ്റ്റ് മസാജ്. ഇനി എടുക്കുക, ഇതേപോലെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തടവി കൊടുക്കുക. ഇതേപോലെ അങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്നായിട്ട് കയ്യിൽ പരത്തി ഇതാക്കരുത്. ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ തലയോട്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത്ര വലിയ ഇത് ഒരു 2-3 തവണ യൂസ് ചെയ്താൽ തന്നെ ഫുള്ള് മാറും കേട്ടോ. എത്ര വലിയ താരനാണെങ്കിലും മാറും. നമ്മൾ തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കില്ല, അതേപോലെ ജസ്റ്റ് നല്ലോണം എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ തട്ടിയിട്ട് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളിൽ നീരെത്തിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നാം. ഇങ്ങനെ എല്ലാ സ്ഥലത്തും മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരികയാണ്. എല്ലാ സൈഡിലും ബാക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേമായിട്ട് എടുത്തിട്ട് ഇതേപോലെ മസാജ് ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം തേച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നമ്മൾ പറയുമല്ലോ, ഒരു അരമണിക്കൂർ തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെക്കണം എന്നുള്ളത് പറയുമല്ലോ. അതേപോലെ ഒരു അരമണിക്കൂർ തലയിൽ ഇത് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിയുമ്പോൾ നമുക്ക് ഇത് കുളിക്കാം. കുളിച്ച് കഴിയുമ്പോൾ നല്ലൊരു സുഖം, തലക്ക് നല്ലൊരു സുഖമാണ്. ചിലപ്പോൾ ചിലർക്ക് നല്ല കുളിച്ച് കഴിഞ്ഞാലും നല്ല ചൊറിച്ചിലുണ്ടാവും കേട്ടോ. ചൊറിച്ചിൽ മാത്രമല്ല, നമുക്കിത് കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി പോരും. മറ്റേത് നമ്മളിങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞെടുക്കണ്ടേ, ഇങ്ങനെ ചൊറിഞ്ഞെടുക്കണമല്ലോ. അത് തന്നെ നമ്മളിങ്ങനെ തലയിൽ തൊട്ടിട്ട് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ ചിലപ്പം പോരും. നല്ലതൊക്കെ ആണെങ്കിൽ പോരൂല. ഒരു 2-3 യൂസ്, അത്ര യൂസ്, അത് കൂടുതലൊന്നും ഞാൻ യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ 2 യൂസ് ചെയ്തപ്പോഴേ എനിക്ക് ഏകദേശം നന്നായ ഒരു റിസൾട്ടാണ് കിട്ടിയത്. പിന്നെ ഈ ഒരു നീര് എന്ന് പറയുന്നത് ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിക്കുന്ന പോലെ തലയിൽ ഒഴിച്ചിട്ട് ഒന്നാകെ പെട്ടെന്ന് പണി തീർക്കാമല്ലോ എന്ന് കരുതി ചെയ്യരുത്. ഒഴിക്കുന്ന സ്ഥലം പൊള്ളിപ്പോവും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഇത് ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇതറിയാലോ, ഇത് ഭയങ്കര വീര്യം ഉള്ളത് ആസിഡാണ്, ഒരു തരം ആസിഡാണിത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. എന്ത് ആസിഡാണെന്നൊന്നും എനിക്കറിയില്ല, ആസിഡാണിത്. പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറുതായിട്ട് ചൊറിയും. നന്നായിട്ട് എന്ത് ചെയ്യുക, മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂറോളം എന്ത് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ചൊറിയും, കുഴപ്പമൊന്നുമില്ല, ഒന്ന് ചൊറിഞ്ഞു കൊടുത്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നന്നായിട്ട് അതിനാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കണം. നന്നായിട്ട് ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ ചൊറിച്ചിലുള്ളവർ തേക്കരുത്, അലർജി ഉള്ളവർ തേക്കണ്ട. തേച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ചൊറിച്ചിലേക്കാരം, പിന്നെ അതൊക്കെ ഭയങ്കര പ്രശ്നമാവും. ഒന്നും വേണ്ട. അലർജി ഉണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. പിന്നെ ഡാൻഡ്രഫുള്ള എല്ലാവരും ഇത് എന്തായാലും പരീക്ഷിക്കണം. അല്ലാതെ ഇത് പരീക്ഷിക്കാതെ നമ്മൾ ഞാനും ഇതേപോലെ ഡാൻഡ്രഫ് ഉണ്ടായിട്ട് കുറേ മരുന്നുകൾ പരീക്ഷിച്ചതാണ്. കുറേ ഷാമ്പൂകളും കുറേ മരുന്നുകളും ഒക്കെ കുറേ എണ്ണകളൊക്കെ പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ ഒന്നുകൊണ്ടും ഒരു ഫലമില്ല. തേച്ച് കഴിയുമ്പോൾ നമുക്ക് തേക്കുന്ന കാലത്തോളം ഒരു സമാധാനം ഉണ്ടാവും. പിന്നെയും തുടങ്ങുകയാണ്. അപ്പം ഇത് ചെയ്തേ പിന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. 2 തവണ യൂസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഡാൻഡ്രഫൊക്കെ പോയി. പിന്നെ യൂസ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. അപ്പം ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പറയണത്, തേച്ചതൊക്കെ.
പിന്നെ ഇത് യൂസ് ചെയ്യാതെ വേറൊരു മരുന്ന് വാങ്ങി യൂസ് ചെയ്തിട്ടും ആദ്യം നിങ്ങൾ ഒരു 5 പൈസേൻ്റെ മുതൽ മുടക്കില്ലല്ലോ, ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇത് ഉപയോഗമല്ല, നിങ്ങൾക്ക് ഉപയോഗശൂന്യമാണ്, ഇത് ഉപയോഗിച്ച് ശരിയായില്ല എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. പക്ഷേ ഇത് നോക്കാതെ നിങ്ങൾ ഒരിക്കലും ഒരു മരുന്നും വാങ്ങരുത്. കാരണം വെളുത്തുള്ളി നീരിനെ പോലെ ഡാൻഡ്രഫിനെ നീക്കം ചെയ്യാൻ വേറൊരു മരുന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് ഫലവത്തായൊരു മരുന്നാണ് വെളുത്തുള്ളി മരുന്ന്. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനമല്ലേ. പിന്നെ ദുർഗന്ധം, വെളുത്തുള്ളിക്കുള്ളൊരു ഗന്ധം ഉണ്ടല്ലോ, ആ ഗന്ധം ഉണ്ടാവും ഒരു തേക്കുന്ന കാലത്തോളം. തേക്കൽ നിർത്തി കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് മാറും ചെയ്യും. അപ്പോൾ മണം ഇല്ലാതിരിക്കാൻ വേണ്ടി ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒന്ന് ഷാമ്പു യൂസ് ചെയ്യുക, അത്ര മാത്രം പറയാനുള്ളൂ. പിന്നെ എന്തായാലും എല്ലാവരും യൂസ് ചെയ്യണം, നല്ല അടിപൊളി സാധനമാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മക്കളെ നിങ്ങൾക്ക് നഷ്ടം. എനിക്ക് പറയാനുള്ളത് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരുന്നു. എത്ര വലിയ ഡാൻഡ്രഫ് ആണെങ്കിലും ഈ വെളുത്തുള്ളി നീര് തേച്ചാൽ മാറാത്തതായിട്ടുള്ള ഡാൻഡ്രഫ് ഇല്ല. കാരണം ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. കാരണം എൻ്റെ എത്രയോ കാലങ്ങളായിട്ടുള്ള ഡാൻഡ്രഫാണ്. ഇത് തേച്ചുകൊണ്ട് മാത്രം എല്ലാതും ഒഴിവാക്കി ഇത് തേച്ചിട്ട് മാത്രമാണ് പിന്നെ കുറവുള്ളത്. പിന്നെ വേറെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര ഫലം കിട്ടൂല കേട്ടോ. ഈ വെളുത്തുള്ളി എണ്ണ കാച്ചിയിട്ട് ഉപയോഗിച്ചാൽ അത്ര തന്നെ ഫലമില്ല. കാരണം ഞാൻ ആദ്യം ഇത് വെളുത്തുള്ളി എണ്ണയിലിട്ടിട്ട്, ഇത് ഭയങ്കര വീര്യമുള്ള സാധനമല്ലേ, അപ്പോൾ ഇതില്ലാതെ വെളുത്തുള്ളി ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് എണ്ണ കാച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്നും അത്ര വലിയ എഫക്റ്റ് അല്ല. പക്ഷേ ഇത് അടിപൊളി സൂപ്പർ സാധനം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഡാൻഡ്രഫ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരോടും കൂടി ഉപയോഗിക്കാൻ പറയണം. അവരെ അതും കൂടി മാറി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന്. ഡാൻഡ്രഫ് കൊണ്ട് ഇടങ്ങാറാവുന്ന എല്ലാവരും രക്ഷപ്പെടട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ കൂടെ കൂട്ടുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.